കാരക്കയും പപ്പായയും കൊണ്ട് ഒരു അടിപൊളി അച്ചാറുണ്ടാക്കിയാലോ. അതിനായി ചട്ടി ചൂടായതിനു ശേഷം അതിലോട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. ശേഷം എരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇടാം. ഞാനിവിടെ പച്ചമുളകിന് പകരം കാന്താരിയാണ് എടുത്തിട്ടുള്ളത്. ഏത് മുളകും ഉപയോഗിക്കുക. ശേഷം നന്നായി മിക്സ് ചെയ്യുക. പിന്നെ അതിലോട്ട് ഉലുവയും കടുകും പൊടിച്ചത് 2 ടീസ്പൂൺ ഇടാം. ഉലുവ 1 സ്പൂണും കടുക് 1 സ്പൂണും നന്നായി വറുത്തതിന് ശേഷം പൊടിച്ച പൊടിയാണിത്. ശേഷം മുളക് പൊടി 1.5 സ്പൂണും മഞ്ഞൾപ്പൊടി 1/4 സ്പൂണും ഇടാം. കായപ്പൊടി 1 ടീസ്പൂണും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. കട്ട് ചെയ്ത് വെച്ച പപ്പായ അതിലോട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ശേഷം കാരക്ക അതിലോട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഞാനൊരു 10 കാരക്കയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേറെ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ശേഷം സുർക്ക ചേർക്കുക. നല്ലോണം ഇളക്കിയതിന് ശേഷം പൊടികൾ ഏതെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കുക. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പും കായപ്പൊടിയാണ് കുറവായിട്ട് തോന്നിയത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കായപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി. ടേസ്റ്റിന് വേണ്ടി കുറച്ച് പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കാം. ശേഷം അച്ചാർ കുറുക്കിയെടുക്കുക. ടേസ്റ്റിയായ അച്ചാർ റെഡി.